നമസ്കാരം, ഭാരത് ടിവിയിലേക്ക് സ്വാഗതം. മൂവാറ്റുപുഴ നിർമ്മല കോളേജിലെ ബിരുദ വിദ്യാർത്ഥികളുടെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് അവർ ഇറക്കിയ ഒരു വീഡിയോ ചിത്രം, ഒരു പരസ്യ ചിത്രം, അതിപ്പോൾ വിവാദത്തിലാവുകയാണ്. വിദ്യാർത്ഥികളെ അഡ്മിഷന് വേണ്ടി ക്ഷണിച്ചുകൊണ്ടുള്ള വീഡിയോ ആണ്. ആ വീഡിയോയിൽ രണ്ട് കുട്ടികൾ ലൈബ്രറിയിൽ വെച്ച് കണ്ടുമുട്ടുന്നതും അത് പ്രണയത്തിലേക്കാകുന്നതുമൊക്കെയാണ് അതിന്റെ പ്രമേയമായി അവതരിപ്പിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായി നിറക്കൂട്ട് എന്ന ചിത്രത്തിലെ പൂമാനമേ എന്ന് തുടങ്ങുന്ന ഗാനം, ആ ഗാനത്തിന്റെ പശ്ചാത്തലത്തിൽ രണ്ടു കുട്ടികൾ ലൈബ്രറിയിൽ വെച്ച് കണ്ടുമുട്ടുന്നതും ആൺകുട്ടിയും പെൺകുട്ടിയുമായി പ്രണയത്തിലാകുന്നതും അവസാനം രണ്ടുപേരും കൈപിടിച്ച് നടന്നു പോകുന്നതും അതിനുശേഷം ഈ നടന്നുപോയ ശേഷം ഒരു അധ്യാപിക വന്ന് ആൺകുട്ടിയെ തട്ടി വിളിക്കുന്നതും ലൈബ്രറിയിൽ വെച്ച് ആൺകുട്ടി സ്വപ്നം കാണുന്നതും ഒക്കെയാണ് ഇതിന്റെ ഇതിവൃത്തമായി കാണിച്ചിരിക്കുന്നത്. ഏതായാലും സ്വപ്നങ്ങൾ വിദ്യാർത്ഥികൾ കാണുന്നത് കൊണ്ടൊരു തെറ്റുമില്ല. ഈ പരസ്യചിത്രം യഥാർത്ഥത്തിൽ എന്താണ് കൺവേ ചെയ്യാൻ ശ്രമിക്കുന്നത്? കുട്ടികളുടെ ഇടയിലേക്ക് എന്ത് ആശയമാണ് നൽകുന്നത്? ഒരു കോളേജ്, ആ കോളേജിന്റെ അക്കാഡമിക് നിലവാരങ്ങളും അവിടെ നിന്നും പുറത്തേക്ക് പോയ വിദ്യാർത്ഥികളും ആ വിദ്യാർത്ഥികൾ ഉണ്ടാക്കിയ മെറിറ്റും അവർ ഏതൊക്കെ നിലയിലെത്തി എന്നുള്ളതും ഒക്കെ ആയിരിക്കേണ്ടേ ഒരു അഡ്മിഷന് നമ്മൾ പരിഗണിക്കുമ്പോൾ ഉള്ള മാനദണ്ഡം. ആ മാനദണ്ഡത്തിനപ്പുറം പ്രണയമാണോ, അല്ലെങ്കിൽ അവിടെ ചെല്ലുന്ന വിദ്യാർത്ഥികളുടെ പ്രണയത്തെ കുറിച്ചാണോ, അല്ലെങ്കിൽ അവരുടെ വിശാലമായ ചിന്താഗതി എന്ന് നമുക്ക് പറയാം. പക്ഷെ അത് വിശാലമായ ചിന്താഗതിയിൽ പ്രണയം മാത്രമല്ല ഉണ്ടാവുക. നമുക്കറിയാം, APJ അബ്ദുൽ കലാം കണ്ട സ്വപ്നത്തെ കുറിച്ച് നമുക്കറിയാം. അത്തരത്തിലുള്ള സ്വപ്നങ്ങൾ കാണുന്ന, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ച് ചിന്തയുള്ള ഒരു യുവതലമുറ വളർന്നു വരണമെന്ന് ആഗ്രഹിക്കുന്ന നമ്മൾ എവിടെയാണ് പ്രണയം മാത്രമാണ് അനന്ത വിശാലതയിലേക്കും ചിന്തയുടെ തലങ്ങളിലേക്കും ഒക്കെ പോകുന്നത് എന്ന് കണ്ടുപിടിച്ചിരിക്കുന്നതെന്ന ചോദ്യം പോലും പ്രസക്തമാകുന്നു. ഏതായാലും ഒരു സ്വകാര്യ ഏജൻസിയാണ് ഈ വീഡിയോ നിർമ്മിച്ചത് എന്ന വാദമാണ് കോളേജുകാർ ഇപ്പോൾ പറയുന്നത്. സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നവർ അവരറിയാതെ കോളേജുകാർ അറിയാതെ പുറത്തുവിട്ട വീഡിയോ ആണ് വൈറലായത് എന്നാണ് അവരുടെ പക്ഷം. ഏതായാലും കോർപ്പറേറ്റ് അതിരൂപത, കോതമംഗലം കോളേജിലെ രൂപത ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നു. അവർ ഇതേക്കുറിച്ച് അന്വേഷണം നടത്താൻ, അല്ലെങ്കിൽ അതിന്റെ വിശദീകരണം ആവശ്യപ്പെട്ട കോളേജിന് കത്തയച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും വിദ്യാർത്ഥികളെ വഴിതെറ്റിക്കാൻ ഉതകുന്ന ഇത്തരത്തിലുള്ള പരസ്യങ്ങൾ, ഈ പരസ്യ സത്യത്തിൽ ആദ്യം കണ്ടപ്പോൾ ഇതെന്തു പരസ്യമാണെന്ന് നമുക്ക് സംശയം തോന്നുന്നു. അവസാന ഘട്ടത്തിലാണ് ഇത് കോളേജിൽ അഡ്മിഷൻ ക്ഷണിച്ചുകൊണ്ടുള്ള ഒരു പരസ്യം പോലുമാണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ആദ്യഘട്ടത്തിൽ നമ്മൾ ഇതെന്താണ്, വല്ല പരസ്യചിത്രവും ആ കോളേജുകാർ എവിടെയെങ്കിലും നിർമ്മിച്ച കുട്ടികളുടെ ഭാവനയുടെ ഭാഗമായി എവിടെയെങ്കിലും ഒക്കെ ചിലപ്പോൾ പരസ്യചിത്രങ്ങളോ അല്ലെങ്കിൽ സിനിമകളോ സീരിയലുകളോ ഒക്കെ ഇപ്പോൾ ഉണ്ടാക്കാറുണ്ട്. ചെറിയ ചെറിയ ഷോർട്ട് ഫിലിംസും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട്, ചെറിയ വെബ് സീരീസുകളൊക്കെ ഉണ്ടാക്കാറുണ്ട്. അങ്ങനെ എന്തെങ്കിലും ആണോ എന്ന സംശയം നമുക്ക് ആദ്യം ഉണ്ടായി. പക്ഷെ ആ വീഡിയോ ദൃശ്യങ്ങൾ കണ്ടു കഴിയുമ്പോഴാണ് നമുക്ക് അതിന്റെ ഗൗരവം മനസ്സിലാകുന്നത്. അവസാനം ഇതിന്റെ അവസാന ഘട്ടത്തിൽ മുട്ടത്ത് വർക്കിയുടെ നോവലും ഒക്കെ വായിക്കുന്ന രംഗങ്ങളൊക്കെ അതിനകത്ത് ചിത്രീകരിച്ചിട്ടുണ്ട്. അവസാനം പറയുന്നത് വായന മനസ്സ് തുറക്കുമെന്നും സങ്കല്പങ്ങളെ ആളിക്കത്തിക്കുമെന്നും ഒക്കെയാണ് ഈ പരസ്യത്തിന്റെ അവസാനം പറയുന്നത്. ഏതായാലും സങ്കല്പങ്ങളെ ആളിക്കത്തിക്കുക എന്ന് പറഞ്ഞാൽ അത് പ്രണയം മാത്രമല്ല, മനസ്സ് തുറക്കുന്നതും സങ്കല്പങ്ങളെ ആളിക്കത്തിക്കുന്നതും ഒക്കെ പ്രണയം മാത്രമാണ് എന്ന തിരിച്ചറിവ് അത്തരത്തിലൊരു വീഡിയോ ദൃശ്യങ്ങളിലൂടെ പുറത്തുവിടുകയാണ് ഇപ്പോൾ ഈ കോളേജ് ചെയ്തിരിക്കുന്നത്. ഏതായാലും ഇത് അക്ഷന്തവ്യമായ തെറ്റാണ്. കുട്ടികൾക്ക് വായനയും മനസ്സിന് വികാസവും ഒക്കെ ഉണ്ടാകുന്നത് പ്രണയത്തിലൂടെ മാത്രമല്ല, അവരുടെ ചിന്താശേഷിയിലും ഒക്കെ ഉണ്ടാകുമ്പോൾ അവർ വലിയ വലിയ തലങ്ങളിലേക്ക് ഉയരാനും വലിയ വലിയ വിദ്യാഭ്യാസ യോഗ്യതയിലേക്ക് പോകാനും വലിയ വലിയ കണ്ടുപിടുത്തങ്ങൾ നടത്താനും വലിയ വലിയ ഇന്നോവേഷൻസ് നടത്തി സമൂഹത്തിന് തന്നെ രാജ്യത്തിന് തന്നെ അഭിമാനകരമാകുന്ന രീതിയിലേക്ക് മാറാനും ഒക്കെ സാധിക്കുന്ന രീതിയിലാണ് കുട്ടികളുടെ മനസ്സും സങ്കല്പങ്ങളും വായനയും ഒക്കെ ഉണ്ടാവേണ്ടത്. മറിച്ച് പ്രണയത്തിൽ മാത്രമാണ് എന്ന് പറയുന്നതിനോടാണ് വിയോജിപ്പ്. ഏതായാലും ഈ പരസ്യം പിൻവലിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. ഈ പരസ്യം കൃത്യമായി തന്നെ ഇതാരാണ് ചെയ്തതിന്റെ ഇത്തരത്തിലുള്ള പരസ്യങ്ങൾ ഇനി സമൂഹത്തിൽ ഉണ്ടാകാതിരിക്കാൻ, അല്ലെങ്കിൽ കോളേജുകളുമായി ബന്ധപ്പെട്ട് കോളേജുകളിൽ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള, നേരത്തെയൊക്കെ നമുക്കറിയാം കോളേജുകളെ തേടി നമ്മൾ ചെല്ലുന്ന അവസ്ഥയാണ്. നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ കോളേജുകളിൽ അഡ്മിഷൻ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഡിഗ്രിക്ക് വിദ്യാർത്ഥികളെ തേടി കോളേജ് കുട്ടികളുടെ ഇടയിലേക്ക് വരുന്നു എന്നുള്ളത് വിദ്യാഭ്യാസത്തിന്റെ നിലവാരം, കേരളത്തിലെ വിദ്യാഭ്യാസത്തിന്റെ നിലവാരം കേരളത്തിലെ അത് ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ് എന്ന സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം പരസ്യങ്ങൾ ഇറക്കേണ്ട സാഹചര്യം കോളേജുകൾക്ക് ഉണ്ടാകുന്നതും എന്ന് പറയാതിരിക്കാനും കഴിയില്ല.